നമസ്കാരം. രാജ്യം നടുങ്ങിയ വാർത്തയായിരുന്നു 2006 മുംബൈയിലെ ജനങ്ങൾ കേട്ടത്. കൂടാതെ രാജ്യം തന്നെ കേട്ടത്. ഭീകരാക്രമണമോ ഒന്നുമല്ല, ഒരു ഭീകരാക്രമണമായിരുന്നു. പക്ഷേ അത് നടന്നത് തീവണ്ടിയിലാണ്. തീവണ്ടികൾ മൊത്തത്തിൽ ആക്രമിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു അന്ന് നടന്നത്. തിരക്കേറിയ ലോക്കൽ ട്രെയിനിൽ 7 ബോംബ് സ്ഫോടനങ്ങളാണ് നടന്നത്. എന്തു ചെയ്യുമെന്നറിയാതെ വിറങ്ങലിച്ച് നിന്നിട്ടുണ്ട് മുംബൈയിലെ ജനങ്ങൾ അന്ന് ആ ദിവസം. നിലവിൽ രാജ്യത്തെ പിടിച്ചുകുലുക്കിയ മുംബൈ ലോക്കൽ ട്രെയിൻ സ്ഫോടന കേസിൽ പ്രതികളായ 12 പേരെയും കുറ്റവിമുക്തരാക്കി ബോംബെ ഹൈക്കോടതി ഉത്തരവിറക്കിയിരിക്കുകയാണ്. എന്ത് ഭാവിച്ചാണ് ബോംബെ ഹൈക്കോടതി ഇങ്ങനെ ഒരു ഉത്തരവിറക്കിയത് എന്ന് അറിയില്ല. വരും ദിവസങ്ങളിൽ ഒരു വിവാദമുണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഇവർക്കെതിരായ കേസ് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പൂർണ്ണമായും പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടി വധശിക്ഷയടക്കം വിധിച്ച പ്രതികളെയാണ് കോടതി വെറുതെ വിട്ടത്. നമുക്കറിയാവുന്ന കാര്യമാണ്, ബോംബെ ഹൈക്കോടതിയുടെ പല വിധികളും വലിയ വിവാദമായി മാറുന്നുണ്ട്. അവസാനം സുപ്രീം കോടതി തന്നെ ഇടപെട്ടുകൊണ്ട് താക്കീത് നൽകുന്നു. ആ വിധിയൊക്കെ റദ്ദാക്കിയത് നമ്മൾ കണ്ടതാണ്. 2015 സെപ്റ്റംബറിൽ മക്കോഖ പ്രത്യേക വിചാരണ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ 12 പ്രതികൾക്കെതിരെയുള്ള കുറ്റങ്ങൾ തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് കോടതി പറയുന്നത്. വിചാരണ കോടതി 5 പ്രതികളെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. എന്നാൽ പ്രതികൾ കുറ്റക്കാരനാണെന്ന് തെളിയിക്കുന്ന തെളിവുകളൊന്നും ഹാജരാക്കാൻ സാധിക്കാത്തതിനാൽ 2015 സെപ്റ്റംബർ 30 പ്രത്യേക മക്കോഖ കോടതി പുറപ്പെടുവിച്ച വിധി റദ്ദാക്കുകയാണെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. പ്രതികൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്നാണ് ഹൈക്കോടതി വിധിക്കുന്നത്. ഏത് തരത്തിലുള്ള സ്ഫോടക വസ്തുവാണ് ഉപയോഗിച്ചതെന്ന് വ്യക്തമാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. കുറ്റസമ്മത മൊഴികൾ സാധ്യതാ പരിശോധനയിൽ പരാജയപ്പെട്ടു. കുറ്റസമ്മതം നടത്തുന്നതിന് മുമ്പ് തങ്ങളെ പീഡിപ്പിച്ചിരുന്നുവെന്നും നിർബന്ധിച്ച് തങ്ങളുടെ മേൽ കുറ്റം ചുമത്തുകയായിരുന്നുവെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ ബോംബെ ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. വിചാരണയ്ക്കിടെ പ്രതികളെ തിരിച്ചറിഞ്ഞ സാക്ഷികളുടെ മൊഴി വിശ്വാസയോഗ്യമല്ലെന്നും ഇത് തള്ളിക്കളയുന്നുവെന്നും കോടതി പറയുന്നു. കേസ് ശക്തമായി നിലനിൽക്കുന്നുവെന്നും വിചാരണ കോടതി വിധി റദ്ദാക്കാൻ കഴിയില്ല എന്നും വധശിക്ഷകൾ സ്ഥിരീകരിക്കണമെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ രാജ താക്കറെ വാദിച്ചു. എന്നാൽ കുറ്റസമ്മത മൊഴികൾ ആത്മാർത്ഥമല്ല എന്നാണ് പ്രതിഭാഗം വാദിക്കുന്നത്. കുറ്റകൃത്യത്തിന്റെ മുഖ്യ സൂത്രധാരനെന്ന് ആരോപിക്കപ്പെടുന്ന മുഹമ്മദ് ഫൈസൽ ഷേഖും വിചാരണ കോടതി വധശിക്ഷ വിധിച്ച 4 പേരിൽ ആരാണ് മാഹിം ഭാദ്ര സ്ഫോടന കേസുകളിൽ ബോംബ് സ്ഥാപിച്ചത് എന്നതിനെക്കുറിച്ച് കണ്ടെത്താനായില്ല. ഈ വസ്തുതയും പ്രതിഭാഗത്തിന്റെ വാദത്തിന് കോടതിയിൽ പിന്തുണ നൽകി. പ്രതിഭാഗത്തിന്റെ വാദങ്ങളിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തി പ്രതികളെ ഹൈക്കോടതി വെറുതെ വിടുകയായിരുന്നു. 2006 ജൂലൈ 11 മുംബൈ നഗരത്തിലെ ലോക്കൽ ട്രെയിൻ ശൃംഖലയിലെ വിവിധ സ്ഥലങ്ങളിലായി നടന്ന 7 സ്ഫോടനങ്ങളിൽ 180-ലധികം പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കാർ റോഡിനും സാന്താ ക്രൂസിനും ഇടയിലുള്ള 7 സ്ഥലങ്ങളിലും ഭാന്ദ്രയ്ക്കും ഖാർ റോഡിനും ഇടയിലുള്ള ജോഗേശ്വരിക്കും മാഹി ജംഗ്ഷനും ഇടയിലുള്ള മീര റോഡിനും അതോടൊപ്പം ഭയാന്തറിനും ഇടയിലുള്ള മധുങ്കയ്ക്കും മാഹി ജംഗ്ഷനും ഇടയിലുള്ള ബോരിവാലി എന്നിവിടങ്ങളിലും തിരക്കേറിയ സമയത്താണ് ബോംബുകൾ പൊട്ടിത്തെറിച്ചത്. ഇതിന് പിന്നാലെ കുറ്റക്കാരനാണെന്ന് ചൂണ്ടിക്കാട്ടി 12 പ്രതികളെ അന്വേഷണ സംഘം കേസിൽ ഉൾപ്പെടുത്തി. തുടർന്നുള്ള കോടതി വിചാരണയിൽ 5 പേർക്ക് വധശിക്ഷയും 7 പേർക്ക് ജീവപര്യന്തം തടവും വിധിച്ചു. എന്നാൽ ഇത് ശരിവയ്ക്കാൻ ഹൈക്കോടതി തയ്യാറായില്ല. കോടതിയിലെ പ്രത്യേക ബെഞ്ച് എല്ലാവരെയും വെറുതെ വിട്ടു. മറ്റ് കേസുകളിൽ പ്രതിയല്ലെങ്കിൽ ഇവരെ ഉടൻ ജയിലിൽ നിന്നും മോചിപ്പിക്കണമെന്നും കോടതിയുടെ ഉത്തരവുണ്ട്. വരും ദിവസങ്ങളിൽ ഒരു വിവാദമായി മാറാൻ സാധ്യത കൂടുതലാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.